ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു കൊച്ചു പ്രാർത്ഥനയോടെ ആരംഭിച്ചാലോ? നമുക്ക് നമ്മുടെ കൈകൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം. വചനമായ ഈശോയെ, ഞങ്ങളുടെ ഉള്ളിലേക്ക് ഇന്ന് അങ്ങ് കടന്നു വരണമേ. എൻ്റെ വചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ എൻ്റെ അമ്മയും സഹോദരനുമാണെന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ ഞങ്ങൾക്ക് നൽകിയ ഈശോയെ, അങ്ങയുടെ വചനം ശ്രവിക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള നല്ല ബോധ്യങ്ങൾ, നല്ല ചിന്തകൾ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ചിന്തയെ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, മനസ്സിനെ ജ്വലിപ്പിക്കണമേ. അങ്ങയോടുകൂടെ ആയിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നിത്യം ഈശോയുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് ഈ കൃപ വാങ്ങി തരണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം, സുഖമായിട്ടിരിക്കണം, ഈശോയോടൊത്ത് വസിക്കണം. അങ്ങനെയാണ് നല്ല കുട്ടികൾ. നമ്മളറിയാം, നമ്മൾ ദൈവവചനവും ക്രൈസ്തവ ജീവിതവും എന്ന പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഹോംവർക്കൊക്കെ ചെയ്തെന്ന് ഞാൻ കരുതുകയാണ്. ചെയ്തിട്ടില്ലേ? എല്ലാവരും ചെയ്യണം. നിങ്ങൾ ഒരു വചനവേദി ഒരുക്കി മനോഹരമായി ബൈബിൾ അലങ്കരിച്ച് വെച്ചൊരു ഫോട്ടോ എടുത്ത് അയക്കാനാണ് എല്ലാവരോടും പറഞ്ഞത്. നിങ്ങളത് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമുക്കറിയാം, നമ്മൾ ഈശോ ഒത്തിരി ശിഷ്യന്മാരെ രൂപപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ കൂടെ ഈശോ ഏറ്റവും സ്നേഹിച്ചിരുന്ന 3 ശിഷ്യന്മാർ, ഈശോയുടെ കൂടെ 12 അപ്പസ്തോലന്മാർ, പിന്നെ 72 ശിഷ്യഗണം. അങ്ങനെ ഈശോ ഇന്നും മാർപ്പാപ്പയിലൂടെയും മെത്രാന്മാരിലൂടെയും വൈദികരിലൂടെയും എല്ലാം ശിഷ്യഗണത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈശോ എന്തിനു വേണ്ടിയാണ് ഈ ശിഷ്യഗണത്തെ രൂപപ്പെടുത്തുന്നത്? തൻ്റെ വചനം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നൽകുവാൻ വേണ്ടി. നമുക്കറിയാം, ഈ ശിഷ്യത്വത്തിലേക്ക് നമ്മൾ വളരണമെങ്കിൽ ഈശോയുടെ വചനം അറിയുന്നവരാകണം. ഈശോയുടെ വചനത്താൽ നമ്മൾ നിറയണമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഈശോയുടെ വചനവും ദൈവവചനവും ശിഷ്യത്വവും തമ്മിലുള്ള ബന്ധമാണ്. 1, വചനത്താൽ നിറയണം. 2, വചനം നിറവേറ്റണം. അതുകൊണ്ട് വചനത്തിൻ്റെ നിറവേറ്റൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ വചനം നിറയുകയും വചനം നിറവേറ്റുകയും ചെയ്യുന്നവരാകുന്നവരാണ്, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ് ശിഷ്യന്മാർ. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഈശോയുടെ ശിഷ്യന്മാരായി ഒരുങ്ങണമെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോ നമ്മളെ തൻ്റെ ശിഷ്യഗണത്തെയും ഈശോ പഠിപ്പിച്ച സ്ഥലങ്ങളിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം പറയുന്നത്: കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവരല്ല, എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അതുകൊണ്ട് പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ ഈശോയുടെ വചനം പാലിക്കുന്നവരാകണം, ദൈവവചനം അറിയുന്നവരാകണം. അങ്ങനെ ഈശോയുടെ ശിഷ്യഗണത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുവാൻ നമുക്കൊരാഗ്രഹവും താല്പര്യമൊക്കെ ഉണ്ടാവണം. ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. കഥ ഇപ്രകാരമാണ്. ഒരു വിവാഹ വീടാണ് പരിസരം. അങ്ങനെ ആ വിവാഹ വീടിൻ്റെ പരിസരത്തിൽ വൈകുന്നേരം സായാഹ്നമായി, രാത്രിയായി. പക്ഷേ ആ വിവാഹ വീട്ടിൽ പെട്ടെന്ന് കരണ്ട് പോയി. അങ്ങനെ ആ വീട്ടിലെ അപ്പച്ചൻ ഒരു റാന്തൽ വിളക്ക് കത്തിച്ചു കൊണ്ടുവന്നു. ആ വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടിയായ ഒരു 7 വയസ്സുകാരി പെൺകുട്ടിയുടെ കയ്യിൽ ഈ റാന്തൽ വിളക്ക് കൊടുത്തിട്ട് പറഞ്ഞു: മോള് ആ ഉമ്മറപ്പടിയിൽ പോയി നിൽക്കണം. ഉമ്മറപ്പടിയിൽ ഇരുട്ടാണ്, അതിലെ കടന്നു പോകുന്നവർ ഈ വെളിച്ചം കാണട്ടെ. അങ്ങനെ ആ ചെറുബാല്യം തൻ്റെ പിഞ്ചു കയ്യിൽ ഒരു റാന്തൽ വിളക്കുമായി ഉമ്മറപ്പടിയിൽ പോയി നിന്നു. കുറേ സമയം നിന്നപ്പം കൊച്ചിനൊരു ചിന്ത. ആ കൊച്ച് ആ വിളക്കുമായി നടുമുറിയിലേക്ക് വന്നു. അങ്ങനെ കുറേ നേരം വീണ്ടും ആ കൊച്ച് ആ നടുമുറിയിൽ നിൽക്കുകയാണ്. അവളെ വീണ്ടും ഒരു ചിന്ത ഗ്രസിച്ചു. അവൾ അടുത്ത മുറിയിലേക്ക് ആ വിളക്കുമായി പോയി. അങ്ങനെ കുറേ സമയം കൊണ്ട് അവൾ പല മുറികൾ, പല സ്ഥലങ്ങൾ മാറി മാറി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗൃഹനാഥൻ വരുമ്പോൾ, ആ വീട്ടിലെ അപ്പച്ചൻ വരുമ്പോൾ, ഉമ്മറപ്പടിയിൽ വെളിച്ചമില്ല, റാന്തൽ വിളക്കും കൊടുത്തു നിന്നിരുന്ന കുട്ടിയുമില്ല. എന്താ ഇത് സംഭവം? അങ്ങനെ അപ്പച്ചൻ കൊച്ചിൻ്റെ അടുത്ത് എന്നിട്ട് കൊച്ചിനോട് ചോദിച്ചു: മോളോട് ഞാൻ പറഞ്ഞതല്ലേ ഉമ്മറപ്പടിയിൽ നിൽക്കണം, വെളിച്ചം പകരണമെന്ന്. പക്ഷേ ആ പിഞ്ചു ബാല്യം അപ്പച്ചനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: അപ്പച്ചൻ എന്നോട് പറഞ്ഞത് വെളിച്ചമില്ലാത്തിടത്ത് പോയി നിൽക്കുവാനാണ്. ഞാൻ ഈ റാന്തൽ വിളക്കുമായി ഉമ്മറപ്പടിയിൽ പോയി നിന്നപ്പോൾ അവിടെ വെളിച്ചമുണ്ട്.
നടുമുറിയിൽ വന്നപ്പോൾ അവിടെ വെളിച്ചമുണ്ട്. ഞാൻ ഓരോ മുറിയും മാറി മാറി കയറിയുമ്പോൾ അവിടെ വെളിച്ചമുണ്ട്. പ്രിയമുള്ള കൂട്ടുകാരെ, ഈ കൊച്ചു മനസ്സിൻ്റെ പിഞ്ചു ബാല്യത്തിൻ്റെ ഈ ഉത്തരം കേട്ടിട്ട് അപ്പച്ചൻ അവളോട് പറയുകയാണ്, മോളെ, വിളക്ക് നിന്റെ കയ്യിലല്ലേ, അതുകൊണ്ട് നീ ചെല്ലുന്നിടത്തെല്ലാം പ്രകാശമുണ്ടാകും. എൻ്റെ പൊന്നുമോളെ, നിന്റെ ഉള്ളിലെ പ്രകാശം അണഞ്ഞു പോകാതിരിക്കാൻ നീ നോക്കണേ. പ്രിയമുള്ളവരെ, ഇതൊരു കൊച്ചു കഥയാണ്. ദൈവവചനം ആരുടെ ഹൃദയത്തിലുണ്ടോ, ദൈവവചനം ആരുടെ ഉള്ളിലുണ്ടോ, അവരെവിടെ ചെന്നാലും, നമ്മൾ കളിസ്ഥലത്താണെങ്കിലും പഠിക്കുന്ന സ്ഥലത്താണെങ്കിലും വീട്ടിൽ അമ്മയെ സഹായിക്കുന്നിടത്താണെങ്കിലും എവിടെ ചെന്നാലും ഈ പ്രകാശം കത്തും. പ്രിയമുള്ള കൂട്ടുകാരെ, അതുകൊണ്ട് നമ്മൾ ഇന്ന് വചനത്തെ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ഇതൊരു വിളക്കാണ്. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ചങ്കിലുണ്ടാവേണ്ട വിളക്ക്. ഇത് നമ്മുടെ ചങ്കിടുപ്പായി നമ്മുടെ കൂടെ ഉണ്ടാകുമ്പം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം സംഭവിക്കും. അതുകൊണ്ട് വചനം ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്, വചനത്തിൻ്റെ വ്യത്യസ്തമായ ദൗത്യങ്ങളെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചുമാണ് നമ്മളിവിടെ കാണുന്നത്. ഒന്നാമതായി നമ്മളിവിടെ മനസ്സിലാക്കാനും കാണാനും പോകുന്നത് വചനം മാനസാന്തരം ഉളവാക്കുന്നു. വചനം മാനസാന്തരം ഉളവാക്കിയ മനോഹരമായ ഒരു സന്ദർഭം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഈശോ ആരെന്ന് കാണാൻ ആഗ്രഹിച്ച് വഴിയരികിലെ സിക്കമൂർ മരത്തിൽ മുൻപേ ഓടി കയറിയിരുന്നത് ആരാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സക്കേവൂസ്. അങ്ങനെ സക്കേവൂസ് ഈശോയെ കാണുന്നു. ഈശോ സക്കേവൂസിൻ്റെ അടുത്തെത്തിയിട്ട് പറയുന്നു, ഞാൻ നിൻ്റെ ഭവനത്തിൽ ഇന്ന് താമസിക്കുവാൻ വരുന്നു. അങ്ങനെ ഈശോയുടെ വചനം സക്കേവൂസ് അനുഭവിക്കുകയാണ്, വചനം മനസ്സിലേക്ക് സ്വീകരിക്കുകയാണ്. എന്നിട്ട് ആ വചനത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി സക്കേവൂസ് തയ്യാറാവുകയാണ്. എന്താ സക്കേവൂസിൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റം? രക്ഷയുടെ അനുഭവം സ്വന്തമാക്കാൻ വേണ്ടി സക്കേവൂസ് വലിയ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. താൻ വഞ്ചിച്ചെടുത്ത വക 4 ഇരട്ടിയായി എല്ലാവർക്കും തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പ്രിയമുള്ള മക്കളെ, നിങ്ങൾ നോക്കിക്കേ, എന്തു വലിയ സാക്ഷ്യമാണ് സക്കേവൂസ് നമുക്ക് നൽകുന്നത്. ഇപ്രകാരം വചനമായി ഈശോ ആരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അവിടെ മാനസാന്തരം ഉണ്ടാകും. നമ്മൾ ഓർത്ത് നോക്കി, നമുക്ക് നമ്മിൽ പാപമുണ്ട്, കുറവുണ്ട്, നമ്മൾ പലയാവർത്തി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ദുശീലങ്ങളുണ്ട്, അനുസരണക്കേടുണ്ട്, പഠിക്കാൻ മടിയുണ്ട്, അലസതയുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് ഇന്ന് തന്നെ പ്രാർത്ഥിക്കണം. വചനമായ ഈശോയെ, എന്നിൽ വന്ന് നിറയണമേ, ഈ നിമിഷം തന്നെ എൻ്റെ ഹൃദയത്തെ സ്പർശിക്കണമേ, സക്കേവൂസിനെ പോലെ വലിയൊരു മാനസാന്തരം എനിക്ക് നൽകണമേ. ഇനി വലിയ മാനസാന്തരത്തിൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്ന ആൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിലെ ഒരു സ്ത്രീയാണ്. ആരാത്? എനിക്കറിയാം, നിങ്ങൾക്കറിയാമെന്ന്. സമറിയാക്കാരി സ്ത്രീ കിണറ്റിൻകരയിൽ വെച്ച് ഈശോ കാണുകയും ഈശോയുടെ വചനം കേൾക്കുകയും വചനത്തിൻ്റെ വെളിച്ചത്തിൽ അവൾ പുതിയൊരു ജീവിതം നയിക്കുകയും അങ്ങനെ ആ സമറിയാക്കാരി സ്ത്രീ വലിയ പ്രേക്ഷിതയായി മാറുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് വചനം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഞാൻ വലിയൊരു മാനസാന്തര അനുഭവത്തിലാകുമെന്ന് ഇന്ന് നമ്മളെ ഈശോ തന്നെ പഠിപ്പിച്ചു തന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണ് വചനം മാനസാന്തരത്തിന് കാരണമാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തതായി കണ്ടുമുട്ടുന്നത് വചനം അന്ധകാരം അകറ്റുന്നു എന്നുള്ളതാണ്. എന്താണ് നമ്മൾ ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്? ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണല്ലോ. ദൈവം ആദ്യം സൃഷ്ടിച്ചത് എന്തിനെയാണ്? ആർക്ക് പറയാം? എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മിടുക്കരാണ്. ദൈവം പ്രകാശത്തെ സൃഷ്ടിക്കുന്നു. അന്ധകാരത്തെ അകറ്റി ദൈവം പ്രകാശത്തെ സൃഷ്ടിക്കുകയാണ്. നമ്മളിനി ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് പ്രകാശത്തെ സൃഷ്ടിക്കുന്നത്? ദൈവം വചനത്തിലൂടെയാണ്. ദൈവം പറയുന്നു, പ്രകാശം ഉണ്ടാകട്ടെ. അതായത് ദൈവം വചനത്തിലൂടെ ആദ്യമായി പ്രകാശത്തെ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് വചനം അന്ധകാരം അകറ്റുന്നു. ഇനി നമ്മൾ പല വിശുദ്ധരുടെയും ജീവിതത്തിൽ ദൈവം അന്ധകാരം അകറ്റിയ അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിശുദ്ധനുണ്ട്, വിശുദ്ധ അഗസ്റ്റിൻ. ആരുടെ മകനായിരുന്നു വിശുദ്ധ അഗസ്റ്റിൻ? മിടുക്കര് പിള്ളേർ, വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെ മകനായിരുന്നു വിശുദ്ധ അഗസ്റ്റിൻ. 30 വർഷക്കാലം വിശുദ്ധ അഗസ്റ്റിന് നല്ല ജീവിതമൊന്നും ആയിരുന്നില്ല, നല്ല പാണ്ഡിത്യം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സന്മാർഗപരമായ ജീവിതമൊന്നുമല്ല അഗസ്റ്റിൻ നയിച്ചിരുന്നത്. അങ്ങനെ ഒരിക്കൽ ഒരു ഉദ്യാനത്തിൽ കടന്നുകൊണ്ട് അഗസ്റ്റിൻ ചിന്തിക്കുകയാണ്,
കർത്താവ് ഇത് എത്ര നാളായി, നാളെ നന്നാവാം എന്ന് ഞാൻ വിചാരിക്കുന്നു, എനിക്ക് എന്തുകൊണ്ട് ഇന്ന് തന്നെ നന്നായിക്കൂടാ? അങ്ങനെ അഗസ്റ്റിൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പം ഒരു കുട്ടിയുടെ സ്വരം അദ്ദേഹത്തിൻ്റെ ചെവിയിൽ മാറ്റൊലികൊണ്ട് എടുത്തു വായിക്കുക എന്നൊരു വചനം, എന്നൊരു പ്രേരണ. അങ്ങനെ വിശുദ്ധ അഗസ്റ്റിൻ ഒരു വേദഗ്രന്ഥം ലഭിച്ചു. ആ വേദഗ്രന്ഥത്തിൽ ശ്ലീഹന്മാരുടെ പുസ്തകം ലേഖന ഭാഗം എടുത്തു വായിച്ചു. പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം എടുത്തു വായിക്കുന്നുണ്ട്. നമുക്കും ഇത് ആ വചനഭാഗം വിശുദ്ധ അഗസ്റ്റിനെ സ്വാധീനിച്ച, വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതത്തിൻ്റെ അന്ധകാരത്തെ അകറ്റിയ ആ വചനം നമുക്കും ഒന്ന് വായിക്കാം. എല്ലാവരും ബൈബിൾ എടുക്കണം. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിലെ ഈ തിരുവചനമാണ് വിശുദ്ധ അഗസ്റ്റിനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. പാരീസ് സർവകലാശാലയിലെ ഒരു അധ്യാപകനായിരുന്നു ഫ്രാൻസിസ് സേവിയർ. ലോകസുഖങ്ങളെല്ലാം അനുഭവിച്ച് ലൗകികമായി ജീവിച്ചു വരുന്ന ഫ്രാൻസിസ് സേവിയർ ഇഗ്നേഷ്യസ് ലയോളയിൽ നിന്നും ഒരു തിരുവചനം കേൾക്കുകയാണ്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? ഈ തിരുവചനം ഫ്രാൻസിസ് സേവിയറിൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് അന്ധകാരത്തെ അകറ്റുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ, നമ്മുടെ ചിന്തയുടെ തലത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും അന്ധകാരത്തിൻ്റെ അംശങ്ങളുണ്ടെങ്കിൽ അത് മാറണമെങ്കിൽ വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അതുകൊണ്ട് വചനം എടുത്തു വായിക്കാനും അത് പലയാവർത്തി ഉരുവിടുവാനും, അങ്ങനെ എൻ്റെ ബുദ്ധിയുടെ മേഖലയിലെ, എൻ്റെ സ്വഭാവ വൈകല്യങ്ങളുടെ മേഖലയിലെ, എൻ്റെ പെരുമാറ്റ ദുശീലങ്ങളുടെ മേഖലയിലെ അന്ധകാരത്തെ അകറ്റാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കണമെന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ കണ്ടുമുട്ടുന്നത് വചനം ജീവദായകം എന്നുള്ളതാണ്. എന്താണ് ജീവദായകം എന്ന വാക്കിൻ്റെ അർത്ഥം? നിങ്ങൾക്കറിയാം, ജീവൻ പകരുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇതിന് മനോഹരമായ വ്യത്യസ്തമായ ഉദാഹരണങ്ങൾ ബൈബിളിൽ തന്നെ കാണുന്നുണ്ട്. ഒന്നാമതായിട്ട് ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവമാണ്. ലാസർ മരിച്ചിട്ട് എത്ര ദിവസമായിരുന്നു? 4 ദിവസം. മരിച്ച് 4 ദിവസങ്ങൾക്ക് ശേഷം ഈശോ ലാസറിൻ്റെ കല്ലറയിങ്കൽ വരുന്നു. എല്ലാവരും ആശ്ചര്യപ്പെട്ട് നിൽക്കുന്നു. പക്ഷേ ലാസറിനോട് ഈശോ പറയുന്നു, നീ പുറത്തേക്ക് വരിക. അങ്ങനെ ലാസർ വലിയ ഉയിർപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരികയാണ്. പ്രിയമുള്ളവരെ, മരിച്ചു കടന്ന ആൾക്ക് ജീവൻ നൽകുന്നത് കൊണ്ടാണ് വചനം ജീവദായകമാണെന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ജീവദായകമായ ജീവൻ നൽകുന്ന വചനത്തെ നമ്മളും നമ്മുടെ കൂടെ കൂട്ടണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വേദപാഠ ക്ലാസ്സിൽ ദൈവവചനത്തെക്കുറിച്ച് പഠിക്കുന്നത്, ബൈബിളിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ വീണ്ടും കാണുന്നുണ്ട് ജയറൂസിൻ്റെ മകള്. എല്ലാവരും നോക്കുമ്പോൾ അവൾ മരിച്ചു കിടക്കുകയാണ്. ഈശോ പറഞ്ഞു, അവൾ മരിച്ചിരിക്കുകയല്ല, അവൾ ഉറങ്ങുകയാണ്. അങ്ങനെ അവളെയും ഉണർത്തുന്നു. വചനം ആരെ സ്പർശിക്കുന്നുവോ അത് ജീവൻ നൽകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്ന വചനഭാഗം. അതുകൊണ്ട് നമ്മൾ വചനം ജീവദായകമാണെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. അതുകൊണ്ട് നമ്മൾ ആര് ഈശോയെ സ്വന്തമാക്കിയിരിക്കുന്നുവോ, വചനമായി ഈശോയെ നമ്മുടെ കൂടെ കൂട്ടുന്നുവോ, അത് ജീവൻ പകരുന്ന അവസ്ഥയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഉണർവില്ല, നമുക്കൊരു ഉഷാറില്ല, നമുക്കൊന്നും ചെയ്യാനുള്ള ഒരു ആരോഗ്യമില്ല, ദൈവം എനിക്ക് കഴിവില്ല എന്നൊക്കെ തോന്നുന്ന പക്ഷം നമ്മൾ വിശുദ്ധ ബൈബിൾ എടുത്ത് വായിച്ചിട്ട് ആ വചനത്തെ മനസ്സിൽ കൊണ്ട് നടക്കുമ്പം, പ്രിയമുള്ള കൂട്ടുകാരെ, നമുക്കൊരു ഉണർവുണ്ടാകും, നമുക്കൊരു സന്തോഷം ഉണ്ടാകും, നമ്മുടെ ജീവിതത്തിലൊരു ജീവൻ, അത് ഒരു പവർ നമുക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ജീവദായകമായ വചനത്തെ കൂടെ കൂട്ടുന്നവരാകണമെന്ന് നമ്മൾ ഈ വചനഭാഗം, ഈ
വചനത്തെക്കുറിച്ചുള്ള പഠനം നമ്മളെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ദൈവവചനം രക്ഷാദായകമാണ്. വചനത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവം എന്ന് പറയുന്നത് അത് രക്ഷ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. രക്ഷയുടെ സദ്വാർത്ത, രക്ഷയുടെ വചനം ലോകത്തെ അറിയിക്കുന്നുവെന്നാണ് പൗലോസ്ലീഹായുടെ പഠനങ്ങളിൽ ഉടനീളം പറയുന്നത്. അതായത് രക്ഷാദായക സ്വഭാവം, വചനത്തിൻ്റെ രക്ഷാദായക സ്വഭാവം പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. ഈശോ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, വചനം കേട്ട് മാമോദീസ സ്വീകരിക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്ന് ഈശോയുടെ വലിയൊരു വാഗ്ദാനമാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് ഈശോയുടെ ഒരു വാഗ്ദാനത്തെക്കുറിച്ചാണ്. ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ആരെൻ്റെ വചനം ശ്രവിച്ച് മാമോദീസ സ്വീകരിക്കുന്നുവോ അവർ രക്ഷ പ്രാപിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ രക്ഷ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കണം, അത് നിറവേറ്റുന്നവരാകണം. ഈ പാഠഭാഗം മുഴുവൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണർവുണ്ടാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ജീവൻ ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ രക്ഷ സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ വചനത്തോടൊപ്പം കഴിയണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. എനിക്കും എന്നെ കേൾക്കുന്ന കുട്ടികളോട് പറയാനുള്ള ഏക കാര്യം ഇതാണ്, നമ്മളിൽ പാകിയിട്ടുണ്ടൊരു വചനം, അത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമാകുന്ന വചനമാണ്. ആ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കണം പ്രിയമുള്ള മക്കളെ. അതുകൊണ്ട് എളിമയോടെ ആര് വചനത്തെ ആശ്രയിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകും. ഞാൻ നിങ്ങളോടൊരു എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവകഥ ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ഒരു പള്ളിയിൽ ഷമ്മാശനായിരിക്കുന്ന കാലത്ത് ഒരു പള്ളിയിൽ സഹായിക്കാൻ വേണ്ടി പോയി. 10ാം ക്ലാസ് വരെ നന്നായി പഠിച്ചിരുന്ന ഒരു കുട്ടി 11ഉം 12ലും എത്തിയപ്പം അവനൊരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കാനായിട്ട് പോയി. അവൻ +1 കഴിയുമ്പോൾ യാതൊന്നും പഠിക്കുന്നില്ല. പക്ഷേ എന്നാൽ അത്യാവശ്യം മാർക്കുണ്ട്. അവന് പരിശ്രമിച്ചാൽ നല്ല മാർക്ക് കിട്ടുന്നൊരു മിടുക്കൻ പയ്യനാണ്. അങ്ങനെ അവൻ എന്നെ കണ്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, ബ്രദറെ ഒന്നും പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അവനോട് എനിക്ക് കിട്ടിയ ഒരു ദൈവിക പ്രേരണയനുസരിച്ച് ഞാൻ പറഞ്ഞു, മോനെ നീ എല്ലാ ദിവസവും പഠിക്കുന്നതിന് മുൻപ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 9ാം അധ്യായം എടുത്ത് വായിച്ച് പഠിക്കണം, എന്നിട്ട് പഠിക്കാനിരിക്കണം. പ്രിയമുള്ള കൂട്ടുകാരെ, ആ കുട്ടൻ എല്ലാ ദിവസവും പഠിക്കുന്നതിന് മുമ്പ്, പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 9ാം അധ്യായം, ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, അത് എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവന് നന്നായി പഠിക്കാൻ പറ്റി. +2 നല്ലൊരു റിസൾട്ട് വാങ്ങാൻ അവന് വേണ്ടി പറ്റി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ആര് നല്ല തീരുമാനം എടുക്കുന്നുവോ വചനം ഞാൻ എല്ലാ ദിവസവും കുറച്ചെങ്കിലും വായിക്കും, വചനത്തെ എന്നും ഞാൻ ബഹുമാനിക്കും, വചനത്തെ എന്നും ഞാൻ സ്നേഹിക്കും, എന്നോട് സംസാരിക്കാൻ വന്ന ഈശോയോട് ഞാനും ഒന്ന് മിണ്ടും എന്നുള്ള തീരുമാനമെടുത്ത ഈശോ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. അതാണ് വചനം രക്ഷാദായകമാണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, വചനം നമ്മളെ സ്വതന്ത്രരാക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. വചനം നമുക്ക് തരുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. വചനം നമ്മളെ പഠിപ്പിക്കുന്നത് സത്യമാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നാണ് നമ്മളെ ഈ ബൈബിൾ മുഴുവൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് സത്യമാണ്. സത്യമാണ് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തമാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഇനി വചനാനുസൃതം ആര് ജീവിക്കുന്നുവോ അവർക്കുള്ളതാണ് വിശുദ്ധീകരണം. യോഹന്നാൻ്റെ സുവിശേഷം 17ാം അധ്യായം 17ാം തിരുവചനത്തിൽ ഈശോയുടെ ശിഷ്യപ്രാർത്ഥനയാണ്. ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മനോഹരമായ പ്രാർത്ഥനയുടെ ഒരു വരി മാത്രം നമുക്ക് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനമാണ് സത്യം. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കേണ്ട വചനം എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. അവരെ അങ്ങ് സത്യത്തിൽ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനമാണ് സത്യം. അതുകൊണ്ട് ആര് വചനത്തോട് ചേർന്ന് നിൽക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കും, ഒപ്പം വിശുദ്ധീകരണവും സംഭവിക്കും. അതുകൊണ്ട് വചനം നമ്മളെ വിശുദ്ധീകരിക്കുകയും സ്വാതന്ത്ര്യമുള്ളവരാക്കുകയും ചെയ്യുന്നു. നമ്മൾ ഏറ്റവും അവസാനമായി ഇവിടെ കണ്ടുമുട്ടാൻ പോകുന്നത് ദൈവവചനം നിത്യജീവൻ നൽകുന്നു എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്
നമ്മൾ കേട്ടിരിക്കുന്ന വചനം, നമ്മൾ കേട്ടിരിക്കുന്ന ഈശോയുടെ വാക്കുകൾ മുഴുവൻ ആത്മാവും ജീവനുമാണ്. പ്രിയമുള്ളവരെ, ഈ ബോധ്യം നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കണം. ഒരു കൊച്ചു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. അമേരിക്കയിലെ പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനാണ് ജോർജ് വാഷിങ്ടൺ കാർവർ. ഉരുളക്കിഴങ്ങും നിലക്കടലയുടെയും ഉപയോഗത്തെക്കുറിച്ച് കണ്ടെത്തിയ മഹാനാണ്. ഒരിക്കൽ ശാസ്ത്രജ്ഞന്മാർ അദ്ദേഹത്തെ സംസാരിക്കാനായി കാർഷിക സർവകലാശാലയിൽ കൊണ്ടുവന്നു. വാതോരാതെ 2 മണിക്കൂറോളം അദ്ദേഹം നിലക്കടലയുടെ ഉപയോഗത്തെക്കുറിച്ച് സംസാരിച്ചു. ഇത് കേട്ട ശേഷം കേട്ടിരുന്ന കേൾവിക്കാർ ചോദിച്ചു, അങ്ങ് മനോഹരമായി ഇതിനെക്കുറിച്ച് പറയുന്നു, ഇത് എല്ലാം പ്രയോജനകരമാണ്, അങ്ങേക്ക് എവിടെ നിന്നാണ് ഇതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടിയത്? കാർവർ പെട്ടെന്ന് മറുപടി പറഞ്ഞു, ബൈബിളിൽ നിന്ന്. കേട്ടിരുന്നവർ ചോദിച്ചു, എവിടെയാണ് നിലക്കടലയെക്കുറിച്ച് ബൈബിൾ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, നിലക്കടലയുടെ സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ സൃഷ്ടിയായ നിലക്കടലയെക്കുറിച്ച് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഇതുകൊണ്ട് എന്തൊക്കെ സാധ്യതകളുണ്ട്, ഇതുകൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട്? ആ ദൈവം എനിക്കിതെല്ലാം പറഞ്ഞു തന്നു. ഈ മറുപടി ആ കേൾവിക്കാരെ എല്ലാവരെയും അമ്പരപ്പിച്ചു. പ്രിയമുള്ള കൂട്ടുകാരെ, ഈ തിരുവചനത്തെക്കുറിച്ച്, തിരുവചനം ക്രൈസ്തവ ജീവിതത്തിൽ എന്ത് സ്വാധീനം ചെലുത്തുന്നു എന്ന പാഠം പഠിക്കുമ്പോൾ കാർവറുടെ മറുപടി, കാർവർ എന്ന ശാസ്ത്രജ്ഞൻ്റെ മറുപടി നമ്മുടെ മനസ്സിലുണ്ടാകണം. അതിപ്രകാരമാണ്, സൃഷ്ടാവായ ദൈവത്തോട് സൃഷ്ടിയെക്കുറിച്ച് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവം ആ സൃഷ്ടിയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് നിങ്ങൾ വചനം സ്നേഹിക്കുന്നവരാകണം, വചനം വായിക്കുന്നവരാകണം, വചനം പഠിക്കുന്നവരാകണം, അതനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുന്നവരാകണം. നമ്മുടെ ഇതിലൂടെ, ഈ എളിയ പരിശ്രമത്തിലൂടെ വചനത്തെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ ഇന്നത്തെ ഹോംവർക്കായി ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്, നിങ്ങളുടെ പാഠഭാഗത്തിൻ്റെ അവസാനം 5 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ 5 ചോദ്യങ്ങളുടെയും ഉത്തരം നിങ്ങൾ ബുക്കിൽ എഴുതി നിങ്ങളുടെ അധ്യാപകരെ കാണിക്കണം. നിങ്ങളെല്ലാവരും മിടുക്കരായി എന്നോട് പ്രതികരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അധ്യാപകർക്ക് 5 ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതി അവർക്ക് അത് അയച്ചു കൊടുക്കുക. നമുക്ക് ഇന്ന് ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ ഒരു വചനം തിരഞ്ഞെടുക്കുന്നു. ആ വചനം ഇതാണ്, നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുവചനം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, വചനത്തെ അറിയുവാൻ, വചനത്തെ സ്നേഹിക്കുവാൻ, വചനത്തോടൊപ്പം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചുവട് വെച്ച് ആരംഭിക്കുവാൻ ഞങ്ങൾക്ക് നല്ല ബോധ്യങ്ങൾ നൽകുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, വചനത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും കൂടെ കൂട്ടുവാനുള്ള കൃപ ഞങ്ങൾക്ക് വേണ്ടി തരണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.